അതുപോലെ തന്നെ 14 ഏജിന് മേലുള്ളവർക്കാണ് ഈ ഒരു വണ്ടി ഓടിക്കാനുള്ള അനുമതി ശരിക്കും ഉള്ളൂ. ഏകദേശം 60 മുതൽ 70 കിലോമീറ്റർ ഫാസ്റ്റിൽ ഓടുന്ന ഒരു കിഡിലനായിട്ടാണ്. ഗൈസ് എല്ലാവർക്കും പുതിയൊരു സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലാണ് പോലെ തന്നെ നമ്മൾ മലേഷ്യയിൽ നിന്ന് വാങ്ങിച്ച നമ്മുടെ RC പോളോ വോൾക്സ് വാഗണിൻ്റെ അത് നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് എൻ്റെ റിവ്യൂ കാര്യങ്ങളും പറയുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ഏത് പ്രോഡക്റ്റ് വാങ്ങുന്നുള്ളത് കമൻറ്റ് അടിക്കുക. ഓക്കെ, സോ ഞാൻ പറഞ്ഞ് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന കാർ ഞാൻ മലേഷ്യയിൽ നിന്നാണ് വാങ്ങിച്ചത്. എന്നാലും നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. സോ നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 22,000-24,000 രൂപ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മുടെ യൂക്ലിക്കിൻ്റെ പേജിൽ വെറും 18,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സെയിം കാർ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. സോ യൂക്ലിക്കിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കാര്യം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അവരുടെ പേഴ്സണൽ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ കോൺടാക്ട് ചെയ്യുക, ഐറ്റം മേടിക്കുക, കിഡിലായിട്ടാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ പോളോ RC ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ മുന്നൊരു പോളോ ചെയ്തിട്ടുണ്ട്, അതൊരു സാധാരണ ടോയ് ഗ്രേഡ് ആയിട്ടാണ്. ഏകദേശം ഒരു 4,000 രൂപ 5,000 രൂപ എന്ന് വരുന്നതാണ്. നമ്മൾ മുന്നേ ബാങ്കുട്ടിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് വാങ്ങിച്ചതാണ്. പക്ഷേ ഈ കാണുന്നൊരു ഐറ്റം ഏകദേശം 60 മുതൽ 70 കിലോമീറ്റർ ഫാസ്റ്റിൽ ഓടുന്ന ഒരു കിഡിലനായിട്ടാണ്. ബ്രഷ്ലെസ് മോട്ടോഴ്സൊക്കെ വെച്ചിട്ട് വരുന്നത്. 1:14 സ്കെയിൽ. 14 സ്കെയിൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട്, അത്യാവശ്യം വെയിറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അൺബോക്സ് ചെയ്യാം. ഏകദേശം നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു 70 കിലോമീറ്റർ ഫാസ്റ്റിൽ ഓടുന്ന ഒരു വേറൊരു കാറാണ് ഇതെന്ന് പറയുന്നത്. ഇതൊരു ഡ്രിഫ്റ്റ് കാറല്ല, ഇതൊരു പക്ക ഒരു മോൺസ്റ്റർ ട്രക്കാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നിൽ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ നോക്കിയാൽ മതി, കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ബോക്സും കാര്യങ്ങളും ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബോക്സ് വന്നിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ നമ്മുടെ വണ്ടിയുടെ പിക്ചറും കാര്യങ്ങളും കാണാൻ പറ്റും. അതേപോലെ ഹൈപ്പർ ഗോ സീരീസിലാണ് നമ്മുടെ ഈ കാണുന്ന ഐറ്റം വന്നിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ MJX ആണ് ഇതിൻ്റെ ശരിക്കുള്ള ബ്രാൻഡ് എന്ന് പറയുന്നത്. അവരുടെ കുറേ സീരീസിൽ ബെസ്റ്റ് സീരീസാണ് ഹൈപ്പർ ഗോ എന്ന് പറയുന്ന സീരീസ് വരുന്നത്. അതിൽ തന്നെ പല മോഡലുള്ള കാറുകളുണ്ട്. അതിലത്തെ ഒരു മോഡലാണ് നമ്മൾ ഈ കാണുന്ന നമ്മുടെ വോൾക്സ് വാഗണിൻ്റെ പോളോ. ഇത് ഒഫീഷ്യൽ ലൈസൻസ്ഡ് പ്രൊഡക്റ്റാണ്, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഒഫീഷ്യൽ ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ 1:14 സ്കെയിലാണ് നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 14 ഏജിന് മേലുള്ളവർക്കാണ് ഈ ഒരു വണ്ടി ഓടിക്കാനുള്ള അനുമതി ശരിക്കും ഉള്ളൂ. അതുപോലെ ഈ ഒരു ഭാഗത്തും നമ്മുടെ പോളോൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും റാലി കാറാണ്, ശരിക്കും നമ്മുടെ സ്പോർട്സിലൊക്കെ യൂസ് ചെയ്യുന്ന കാറാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ബാക്കിൽ ഇതാണ് വ്യൂ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട്, ബാക്ക്, സൈഡ്, മേലെ എന്നുള്ള വ്യൂസൊക്കെ ഇവിടെ കാണാൻ പറ്റും. ശരിക്കും നമ്മുടെ വണ്ടിയുടെ വ്യൂ എങ്ങനെയാണ് വരുന്നത് അത്. ഓക്കെ, ഈ സൈഡിൽ ഇതിൻ്റെ റിമോട്ട് കൺട്രോളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2.4 ഹെർട്സിൻ്റെ റിമോട്ട് കൺട്രോളാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 3 ചാനൽസാണ് വന്നിരിക്കുന്നത്. 1, 2, 3 ചാനലിൽ വന്നിട്ടുണ്ട്. ഇനി എന്തായാലും ഞാൻ നേരെ വയ്ക്കുന്നില്ല, നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം. സോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓരോ പുതിയ ഐറ്റംസ് വാങ്ങി കാണിച്ചു തരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഐറ്റംസ് ഫ്രീ ആയിട്ട് ഞാൻ തരുന്നുണ്ട്. അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് ചെയ്യുന്നത്, നമ്മൾ യൂട്യൂബിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കിട്ടാ. ഓക്കെ, ഭയങ്കര വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ, സോ അൺബോക്സ് ചെയ്തിട്ട് ഇതെന്തായാലും പുറത്തേക്ക് എടുക്കുക. ഇത് എൻ്റെ കയ്യിലില്ലാത്തൊരു ഐറ്റമാണ്. എൻ്റെ കയ്യിൽ മുന്നേ ഒരു ഡ്രിഫ്റ്റ് കാറൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഡ്രിഫ്റ്റ് കാർ. ഇതൊക്കെ ഒരു ടോയ് ഗ്രേഡിൽ പെടുന്നതാണ്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 25 കിലോമീറ്റർ ഫാസ്റ്റിൽ ഓടുന്ന ടോയ് ഗ്രേഡ് ഐറ്റംസ് ആണ്. പിന്നെയുള്ളത് നമ്മുടെ ഈ കാണുന്ന പോലത്തെ മോൺസ്റ്റർ ട്രക്കുകളാണ്. ഇതൊന്നും ഡ്രിഫ്റ്റിംഗ് അല്ല, ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഐറ്റം അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഓക്കെ, ഇതേപോലെയാണ് 2 ബോക്സ് വന്നിട്ടുണ്ട്. വാവ്, 2 ബോക്സ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബോക്സിൽ നമുക്ക് എൻ്റെ റിമോട്ടും കാര്യങ്ങളും അതേപോലെ തന്നെ വേറെ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ കാറുള്ളത്. ഓക്കെ, ഇതാണ് എൻ്റെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ റിമോട്ട് കൺട്രോൾ. അത്യാവശ്യം കിഡിലായിട്ടാണ്. അത്യാവശ്യം എന്താ പറയുക, ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ നമുക്ക് എന്താണ് ആവശ്യം അതിനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇതേപോലത്തെ ഡ്രിഫ്റ്റിംഗ് ടയേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ സെറ്റ് ഓഫ് ടയേഴ്സ് വന്നിട്ടുണ്ട്. സോ ഈ കാണുന്ന ഡ്രിഫ്റ്റിംഗ് ടയേഴ്സ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലിട്ടൊക്കെ ഓടിക്കാനാണ് ഈ കാണുന്ന ഡ്രിഫ്റ്റിംഗ് ടയേഴ്സ്. ഇത് പുറത്ത് വിട്ട് ഓടിച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രിപ്പും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലിട്ട നോർമൽ ടയേഴ്സ് തന്നെ നമുക്ക് അതിൽ ഓടിക്കാം. അല്ലെങ്കിൽ ഇവിടെ എക്സ്ട്രാ ടയേഴ്സ് വേറെ വന്നിട്ടുണ്ട്, അതിട്ട് വേണമെങ്കിൽ ഓടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൽ കുറച്ച് ടൂൾസും ചാർജിങ് കേബിളും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട്. അത്രയ്ക്കാണ് നമ്മുടെ ആ കാണുന്ന ഒരു ബോക്സിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഫൈനലായിട്ട് നമ്മുടെ മെയിൻ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഗൈസ്, ഗൈസ്, ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ ലൈസൻസ്ഡ് പോളോ. സീനായിട്ടാണ്, നല്ല വെയിറ്റും ഉണ്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഓടിച്ച് നോക്കണം. ഓടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ പെർഫോമൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ വോൾക്സ് വാഗണിൻ്റെ ഒഫീഷ്യൽ ലോഗോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാ വേറെ ടയേഴ്സ് വരുന്നുണ്ട്. ഇതിൽ വേറെ ഗ്രിപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഗ്രിപ്പ് പോരാ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഉള്ള ഗ്രിപ്പ് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടിന് ഉള്ളിൽ ഓടിക്കാനായിട്ട് എക്സ്ട്രാ വേറെ ടയേഴ്സ് വന്നിട്ടുണ്ട്. സോ ഈ ഒരു ടയർ ഇട്ടിട്ടും നമ്മൾ വീടിന് ഉള്ളിൽ ഓടിച്ചിട്ട് ജസ്റ്റ് കാണിച്ചു തരാം. അത് പുറത്തിട്ട് ഓടിക്കാൻ പറ്റത്തില്ല. ഈ കാണുന്ന വണ്ടി വന്നത് ഏകദേശം 1:16 സ്കെയിലാണ്. ഇത് 1:14 സ്കെയിലാണ്. നിങ്ങൾ നോക്കുമ്പോൾ ഏകദേശം സെയിം പോലെ തോന്നും, പക്ഷേ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് ഊരാനായിട്ട് അവിടെ എക്സ്ട്രാ പിടിക്കാനുള്ള സംഭവം ഉണ്ട്. ഇതിലങ്ങനെ പിടിക്കാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇതിൽ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ഊരെടുക്കാം. സോ ഇത് ഊരിയിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വന്നേക്കണേന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെല്ലാം നമ്മൾ ഊരി വെച്ചിട്ടുണ്ട്, ക്ലിപ്പല്ലാതും. ഓക്കെ, ഇനി ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാവ്, ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ കാറിൻ്റെ പോലെ അല്ല. ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഫാനും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈരായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധികം പൊടിയോ കല്ലോ ഒന്നും ഇതിൻ്റെ ഉള്ളിൽ കിടക്കില്ല. അതുപോലെ തന്നെ സസ്പെൻഷൻ നോക്കിയേ, വേറെ ലെവൽ സസ്പെൻഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എൻ്റെ മോനെ, നമ്മുടെ ഈ വണ്ടിക്ക് ഗയറോ വന്നിട്ടുണ്ട്. സോ കണ്ട ഗയറോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതിനനുസരിച്ച് നമ്മുടെ വീല് ടേൺ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഈ കാണുന്ന കാറിൽ ഇല്ലാത്ത ഒരുപാട് ഓപ്ഷൻസ് ഈ കാണുന്ന കാറിൽ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഗയറോ ഉണ്ട്, ഫാൻ ഉണ്ട്. ഈ ഫാൻ കൊടുത്തിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു എഞ്ചിൻ ഉണ്ട്, ലൈക്ക് ഒരു മോട്ടർ. ആ മോട്ടർ ഹീറ്റ് ആവാണ്ടിരിക്കാനായിട്ടാണ് ആ ഒരു ഫാൻ കൊടുത്തിരിക്കുന്നത്. ആ ഫാൻ ഇല്ലെങ്കിൽ നല്ല പോലെ ഹീറ്റ് ആവും, നമുക്ക് തൊടാൻ കൂടി പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെ ആണ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഓൺ ആവും. അതുപോലെ തന്നെ ഇവിടെ ബാറ്ററി സെറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു ഇതിൻ്റെ മേലത്തെ കവറും കൂടി ജസ്റ്റ് ഒന്ന് ഊരിയിട്ട് എൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഈ ഐറ്റം പക്ക പ്ലാസ്റ്റിക് ആണ്. നിങ്ങൾക്കിത് കേടായാലും എക്സ്ട്രാ വേറെ മേടിച്ചിട്ട് മാറ്റിടാൻ പറ്റുന്നതാണ്. സോ ഫൈനലി ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. ഇവിടെ ബാറ്ററി കെട്ടി വയ്ക്കാൻ തന്നെ ഒരു 3-4 സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. അത്രയും സെക്യൂർ ആയിട്ട് വെച്ചേക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഇനി വേറെ ഒന്നും കാണിക്കാനില്ല. ഇനി നിങ്ങൾക്ക് ഇതിൽ ടയർ അപ്ഗ്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡ് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മോട്ടർ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ബാറ്ററിയും അതിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യണം. ഇത് 2S ബാറ്ററി ആണെങ്കിൽ നമുക്കൊരു 50 കിലോമീറ്റർ കിട്ടുള്ളൂ. പക്ഷേ 3S ബാറ്ററി ആണെങ്കിൽ കാരണം നമുക്ക് എക്സ്ട്രാ ഒരുപാട് പവർ കൂടിയും കിട്ടും. സോ നമ്മൾ ജസ്റ്റ് ഓൺ ആക്കാൻ പോവാണ്. ഇത് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഓൺ ആകുമ്പോൾ ഇവിടെ ഫാൻ കറങ്ങണ കാണാൻ പറ്റും. ആ ഫാൻ കറങ്ങണ സൗണ്ടും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന അറിയില്ല. എന്തായാലും ഫാൻ കറങ്ങുന്ന ഒരു സൗണ്ട് ഉണ്ട്. ഫൈനലി നമ്മളിതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ തിരിച്ച് പഴയ പോലെ വെച്ചിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. എഡിഷൻ വന്നിരിക്കുന്നത് 2015 എഡിഷനാണ് നമ്മുടെ ഈ കാണുന്ന കയ്യിലിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത്. ഇപ്പോഴും ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ ഉണ്ട്, പക്ഷേ 2015 മോഡൽ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഇത് വന്നിരിക്കുന്നത്. സൈഡിൽ നല്ല ലുക്ക് നോക്കിയേ, എൻ്റെ മോനെ സീൻ ഐറ്റം. അപ്പോൾ നമ്മുടെ റിമോട്ടിൽ ബാറ്ററിയും കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് അടച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇത് ഓണാക്കാം. ഓക്കെ, കണക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓ സെറ്റ്. സോ എൻ്റെ കയ്യിലുള്ള മൈക്ക് ഞാൻ ഇത് ഇവിടെ വയ്ക്കാം. അപ്പോൾ ആ ഫാനിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. സോ ഫൈനലി നമ്മുടെ ഐറ്റം ഇവിടെ നമ്മൾ ഓണാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ഞാൻ ഇതിൻ്റെ പവർ കാണിച്ചു തരാം. അയ്യോ, എൻ്റെ പൊന്നെ, ഇത് ഫുൾ സ്പീഡിൽ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഡ്യുവൽ സ്പീഡ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഇത് ഫുള്ളായിട്ടുണ്ട്. ഒരെണ്ണം കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് ഒരു 30% കുറയും. അപ്പോൾ 70%-ഉം 100%-ഉം നമുക്കിതിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് 70% ആണ്. ഇത് 100 ആയി. 70 100. ഓ എന്ത് ഐറ്റം, അടിപൊളിയായിട്ട്. ഞാനത് 100 വെച്ചിട്ടുണ്ട്, 100% വെച്ചിട്ടുണ്ട് ഈ കാണുന്ന ഗയറോ എന്ന് പറയുന്നത്. സോ നല്ല സ്മൂത്തായിട്ട് ഇത് ഫംഗ്ഷൻ ചെയ്ത്. അപ്പോൾ നമ്മുടെ വണ്ടീനെ അവിടെ വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സ്പീഡ് നിങ്ങൾ നോക്കിക്കോട്ടാ. അയ്യോ, ഈ ഒരു ടയർ വെച്ചിട്ട് നമുക്കിവിടെ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, സംഭവം അടിപൊളിയാണ്. തൊടുമ്പിക്കും പറക്കും കേട്ടോ. മാരക അഗ്രഷനായിട്ടാണ്, ഒന്നും പറയാനില്ല. സീൻ. നമുക്ക് ഇത് കുറച്ചും കൂടി വലിയൊരു ഗ്രൗണ്ടിലുണ്ടെങ്കിൽ ഓടിക്കണം. ഓ, നേരത്തെ പറയുന്നൊരു കാര്യം വിട്ടുപോയി. എൻ്റെ ബാക്കിൽ ഒരു കിടിലൻ സ്പോയിലേഴ്സ് വന്നിട്ടുണ്ട്. അത്യാവശ്യം. പിന്നെ അതേപോലെ എൻ്റെ ബോഡി ഇവിടെ തട്ടിയാലും അങ്ങനെ പെട്ടെന്ന് പൊട്ടണ ഒരു സംഭവം ഒന്നല്ല. നമുക്ക് ഈ റൂമിൻ്റെ ഉള്ളിൽ ഓടിക്കാനായിട്ട് നമുക്ക് ഈ ടയർ ജസ്റ്റ് ഒന്ന് മാറ്റാം. നമുക്ക് നമ്മുടെ മറ്റേ പ്ലാസ്റ്റിക് ടയേഴ്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. സോ അത് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഇവിടെ ഓടിക്കുക. അതിന് ശേഷം നമ്മുടെ ഈ പുള്ളിക്കാരനെ എടുത്തിട്ട് നമുക്ക് ഗ്രൗണ്ടിൽ കൊണ്ട് ഓടിക്കാൻ പോകാം. നമ്മുടെ ടൂൾ ബോക്സിൽ നിന്ന് നമുക്ക് ഈ റൈറ്റ് എടുത്തിട്ട് നമ്മുടെ ടയർ ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് നമ്മുടെ ഈ കാണുന്ന ടയർ ഇട്ട് കൊടുക്കണം. സോ ഇതാണ് നമ്മുടെ ടൂൾ എന്ന് പറയുന്നത്. ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ
സിമ്പിളായിട്ട് ഇത് ഊരാൻ പറ്റും. സോ 2 ടയർ നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ടയർ വന്നിരിക്കുന്നത്. അത്രയ്ക്കും ഭയങ്കര സോഫ്റ്റ് ടയേഴ്സ് അല്ല, നോർമൽ റാലി കാറിന് എങ്ങനെ വരുന്നോ അതേപോലത്തെ ടയേഴ്സാണ്. പക്ഷേ ഇതിൻ്റെ ടയേഴ്സ് ഉണ്ടോ ഇത്രയ്ക്കും നമുക്ക് സൈസ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ചെറിയ സൈസുള്ള ടയേഴ്സാണ്. ഇതാണ് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ടയേഴ്സ്. എൻ്റെ മോനെ സീൻ അലോയി നോക്കിയാൽ ഇതിൻ്റെ അലോയിക്കാളും എനിക്ക് ഒരുപാട് ഈ ഒരു അലോയി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് ഫൈനൽ ലുക്ക് നമുക്ക് നോക്കാം കേട്ടോ. ഫൈനലി നമ്മുടെ അലോയി ഇവിടെ മാറിയിട്ടുണ്ട്, നമ്മുടെ ടയർ മാറിയിട്ടുണ്ട്. ഈ ഒരു ടയർ വെച്ച് നോക്കുമ്പോൾ ഇത് കിഡിലൻ ലുക്കാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ ഫുള്ളായിട്ട് കാണിച്ചു തരാം. എൻ്റെ പൊന്നെ, ആ വണ്ടിയുടെ ലുക്ക് തന്നെ മാറി. ഇത് ജസ്റ്റ് ഓടിച്ച് നോക്കാം ഈ ഒരു ടയർ വെച്ചിട്ട്. നമ്മുടെ അലോയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ വണ്ടി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് നിങ്ങൾ വർക്കാവണം നോക്കിക്കോട്ടാ. എന്ന് വെച്ചാൽ ഇത് ഡ്രിഫ്റ്റ് ആവണതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. നോക്കിയോ, ഇതിൻ്റെ ടയർ തിരിയുന്നത് ഞാൻ സ്ലോ മോഷനിൽ കാണിച്ചു തരാം കേട്ടോ. ഓഹോ, വീടിൻ്റെ ഉള്ളിലൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ടയറൊക്കെ ഒരു പരിവായിട്ടുണ്ട്. സോ ഇനി എന്തായാലും നമ്മുടെ മറ്റേ ടയർ ഇട്ടിട്ട് നമുക്ക് മറ്റേ ഗ്രൗണ്ടിൽ പോയിട്ട് ജസ്റ്റ് ഓടിച്ച് നോക്കാം. സോ നമ്മുടെ ടയർ ഇടാനായിട്ട് നമ്മൾ വീണ്ടും തിരികെയാണ്. സോ ഈ കാണുന്ന ടയർ തന്നെയാണ് നമ്മൾ ഇതിലിട്ട് കൊടുക്കാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ടയറും കാര്യങ്ങളും നമ്മൾ ഇട്ടിട്ടുണ്ട്. സോ നമ്മൾ കറൻ്റ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കാർ മാത്രമാണ് നമ്മൾ ഓടിക്കാൻ കൊണ്ടുപോകുന്നുള്ളൂ. നമ്മുടെ ഈ ഒരു കാറിൻ്റെ ഉള്ളിൽ ഇടാനുള്ള ബാറ്ററി ഞാൻ ചാർജ് ചെയ്യാൻ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചാർജ് ആവാൻ ടൈം എടുക്കും. സോ എന്തായാലും നമുക്ക് ഇതിൻ്റെ രണ്ടിനോട് കമ്പാരിസൺ വേണമെങ്കിൽ ഒരു ഷോർട്സ് പോലെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കറൻ്റ് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് അറിയാനായിട്ട് നമുക്കിത് കൊണ്ടുപോയിട്ട് ഗ്രൗണ്ടിൽ ഒന്ന് ഓടിച്ച് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ കാർ ഇവിടെ സേഫായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടെസ്റ്റിംഗ് സ്ഥലത്തേക്ക് പോയിട്ട് നമ്മുടെ കാർ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മൾ കാറ് വാങ്ങിച്ചത് നമ്മുടെ മലേഷ്യയിൽ നിന്നാണ്. സോ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ ആ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കാർ ഇവിടെ നിന്ന് വാങ്ങിച്ചത് എങ്ങനെയൊക്കെയാണ്. സോ ഗൈസ്, അപ്പോൾ ഈ കാണുന്ന ഒരു ഗ്രൗണ്ടിലാണ് നമ്മൾ പൊതുവേ നമ്മുടെ വണ്ടികളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വരാറുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ പുലിക്കുട്ടൻ. കിടിലം പവറാണ്. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ബാറ്ററി മാറ്റുകയാണെങ്കിൽ അതിനനുസരിച്ച് പവറും കൂടുന്നതായിരിക്കും. ഉള്ളിലത്തെ ആ കാണുന്ന ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഇതും ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കാം. വണ്ടി കൂടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കുറച്ച് പുല്ലുണ്ട്, സീനില്ല. എൻ്റെ പൊന്നെ, തീ ഐറ്റം. ഗൈസ്, ഞാൻ ഇത്ര ഇട്ടുകൊണ്ടിരുന്നത് എൻ്റെ 70% 100 ആക്കിയിട്ടുണ്ട്. 100ൽ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ 100% ഇട്ടിട്ടുണ്ട്. ഇനി നോക്കിക്കോ ഇതിൻ്റെ പവർ. എൻ്റെ പൊന്നെ, സീൻ. ഇവിടെ ഫുള്ള് പുല്ലാണ്, അതുകൊണ്ട് ഇവിടെ ഫുള്ള് സ്റ്റക്കായി കിടക്കുകയാണ് നമ്മുടെ വണ്ടി. അത് സീനില്ല. പിന്നെ എൻ്റെ ഉള്ളിൽ കല്ല് കയറുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും, ഉള്ളിൽ ഇഷ്ടം പോലെ കല്ല് കയറിയിട്ടുണ്ട്. അപ്പം കല്ല് കയറുമ്പോൾ നമ്മുടെ ടയർ അങ്ങോട്ട് തിരിയില്ല. ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ കിടിലം, ഒന്നും പറയാനില്ല. എൻ്റെ മോനെ, നിങ്ങളൊക്കെ തീയാണ്, തീ, ഒന്നും പറയാനില്ല. കിടിലം പ്രൊഡക്റ്റ്. ഞാൻ വാങ്ങിച്ചിട്ട് വെച്ചിട്ട് എനിക്ക് അത്രയ്ക്കും വെറുത്തായിട്ട് തോന്നിയിട്ട് പ്രൊഡക്റ്റാണിത്. ഒന്നും പറയാനില്ല, കിടിലം പ്രൊഡക്റ്റാണ് സംഭവം. ഇതിൽ കുറച്ചും കൂടിയും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇവിടുത്തെ നമ്മുടെ കല്ലുകളൊക്കെ കണ്ടാ അത്യാവശ്യം വലിയ കല്ലുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ നല്ല പ്ലെയിൻ ഏരിയയൊക്കെ ആണെങ്കിൽ അടിച്ച് മിന്നിച്ച് പോകാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ റേഞ്ചാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുക അത്യാവശ്യം ഒരുപാട് ദൂരമുണ്ട്. സോ നമുക്ക് റേഞ്ച് ടെസ്റ്റ് ചെയ്യാം. നമ്മുടെ വണ്ടി ഇതേ ആ പോകുന്നതാണ് നമ്മുടെ വണ്ടി. എൻ്റെ പൊന്നെ, എനിക്കത് ശരിക്കും കാണാൻ പറ്റണില്ലേ, അതുപോലെയാണ് പറന്നു പോണത്. നമ്മൾ അടിപൊളിയായിട്ട് പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത വണ്ടിയുടെ കോലാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.
സംഭവം അടിപൊളിയാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇവിടെ ഇങ്ങനെ കല്ലുകൾ, ഇങ്ങനെ വലിയ വലിയ കല്ലുകൾ കിടക്കണ കാരണം നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ കല്ലുകൾ കയറി പോവാണ്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ വെയിലത്ത് ഇരുന്നിട്ട് ഞാൻ കരിഞ്ഞു പോയി. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസ് ഒക്കെ നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു. അടി ഫുള്ള് മെറ്റലാണ്, അടി ഒരഞ്ഞൊരു പരിവായിട്ടുണ്ട്. എന്നാലും വിഷയമൊന്നുമല്ല. കുറച്ചും കൂടിയും എന്താ പറയുക, ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ സ്ഥലത്ത് ഓടിക്കാൻ പറ്റും. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതേപോലത്തെ പറ്റുന്ന സ്ഥലത്തൊക്കെ അടിപൊളി ഓടിക്കാൻ പറ്റും, നല്ല പരന്ന സ്ഥലത്തൊക്കെ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഐറ്റം. സംഭവം അടിപൊളി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂക്ലിക്കിൻ്റെ പേജിൽ ഇതിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. സോ അവരെ കോൺടാക്ട് ചെയ്ത് എനിക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും എൻ്റെ പുതിയൊരു വീഡിയോ വരാം. അപ്പോഴേക്കും ബൈ.